ഫ്ലൈയിങ് ഫോക്സുകളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിലൂടെ ക്രൂരതയ്ക്ക് പച്ചക്കൊടി കാണിച്ച് ക്വീൻസ്ലാൻഡ് സർക്കാർ വിളകൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഫ്ലൈയിങ് ഫോക്സുകളെ വെടിവെച്ചു കൊല്ലുന്ന നടപടിയെ ഘട്ടം ഘട്ടമായിട്ട് അവസാനിപ്പിച്ചിരുന്ന മുൻ സർക്കാരിന്റെ തീരുമാനത്തെ പിൻവലിക്കാനുള്ള ക്രിസഫുള്ളി സർക്കാരിന്റെ തീരുമാനത്തെ ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽ ഓസ്ട്രേലിയ ശക്തമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഈ നീക്കം ഫലപ്രദമായിട്ടുള്ള മാരകമല്ലാത്ത നിയന്ത്രണ മാർഗങ്ങളിലേക്കുള്ള പുരോഗതി ഗുരുതരമായിട്ട് തറുകയും മൃഗങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വേദന വീണ്ടും കൊണ്ടുവരുന്നതാണെന്ന് മൃഗസംരക്ഷണ സംഘടന പറഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ന്യൂസ് ആണിത്. നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ഐലൻഡിൽ കാണപ്പെടുന്ന ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ്. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഏറ്റവും കൂടുതൽ അപകടത്തിലായ ഒരു ജീവിയായിട്ട് കണക്കാക്കപ്പെടുകയാണ്. കാരണം അതിൻ്റെ ജനസംഖ്യ അത്യന്തം കുറവായത് തന്നെയാണ്. നൂറുകൾ മാത്രമായിട്ട് ആണ് ഇവയുടെ ജനസംഖ്യ അവശേഷിക്കുന്നത്. കൂടാതെ ഇത് ഓസ്ട്രേലിയയുടെ പ്രദേശമായിട്ടുള്ള ക്രിസ്മസ് ഐലൻഡിൽ മാത്രമേ ഉള്ളൂ കാണപ്പെടുന്നുള്ളൂ. അതിനാൽ തന്നെ അതിൻ്റെ ഭൗഗോളിക വ്യാപ്തി വളരെ പരിമിതമാണ്. ചുഴലിക്കാറ്റുകൾ, രോഗങ്ങൾ, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവയ്ക്ക് ഈ ഇനം ഏറെ എളുപ്പത്തിൽ ഇരയാകുന്നുണ്ട്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജനസംഖ്യ വൻതോതിൽ തന്നെ കുറയാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേട്ട മൃഗങ്ങളുടെയും ആക്രമണ സ്വഭാവമുള്ള വിദേശ ജീവികളെയൊക്കെ ഇതിന്റെ നിലനിൽപ്പിന് ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, പെട്ടെന്നുള്ള ജനസംഖ്യ തകർച്ചയുടെ അപകട സാധ്യത കൂടി വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ ഈ ഇനത്തിന്റെ ഭാവി വളരെ അനിശ്ചിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓസ്ട്രേലിയൻ ഭൂപ്രദേശമായിട്ടുള്ള ക്രിസ്മസ് ഐലൻഡിൽ മാത്രം കാണപ്പെടുന്ന ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു സ്വതന്ത്ര സ്പീഷീസ് ആണ് ഈ വവ്വാലിന്. വവ്വാൽ വർഗത്തിൽപ്പെടുന്ന ഈ ജീവി പഴങ്ങളും പുഷ്പരസം അല്ലെങ്കിൽ നെക്ടർ എന്നിവയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഇവയെ സാധാരണയായിട്ട് ഫലവവ്വാലുകൾ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ ശാരീരിക സവിശേഷതയെ പറ്റി നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് വവ്വാൽ കുടുംബത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അംഗമാണ്. അതിൻ്റെ ശരീരഘടന ദ്വീപിലെ ഉഷ്ണമേഖലാ പരിസ്ഥിതിയോട് വളരെ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടതാണ്. അതിൻ്റെ വലിപ്പം, നിറവ്യത്യാസം, ചിറകുകളുടെ ഘടന, ഇന്ദ്രിയങ്ങൾ എന്നിവയിൽ ഈ സ്പീഷീസിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ഫ്ലൈയിങ് ഫോക്സിന് മധ്യവലുപ്പത്തിലുള്ള ഒരു ശരീരമായിരിക്കും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തിയുടെ ശരീര ദൈർഘ്യം സാധാരണയായിട്ട് 18 മുതൽ 23 സെന്റിമീറ്റർ വരെ ആയിരിക്കും. ശരീരഭാരം ഏകദേശം 400 മുതൽ 600 ഗ്രാം വരെ എത്തുന്നുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷതയാണ് ഈ വലിയ ചിറകുകൾ. ചിറക് വീതി സാധാരണയായിട്ട് 1 മുതൽ 1.3 മീറ്റർ വരെ കാണപ്പെടുന്നുണ്ട്. ദീർഘവും ശക്തമായിട്ടുള്ള ഈ ചിറകുകൾ ദ്വീപിന്റെ കാടിനു മീതെ ദീർഘദൂരം പറക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. തലയും മുഖവും നായയെ ഓർപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതിനാൽ തന്നെ ഫ്ലൈയിങ് ഫോക്സ് എന്ന പേര് ഇതിന് ലഭിച്ചത് അതുകൊണ്ടാണ്. വലുതും തിളക്കമുള്ള കണ്ണുകൾ ഇവയ്ക്കുണ്ട്. രാത്രികാല ജീവി ആയതിനാൽ തന്നെ കുറഞ്ഞ പ്രകാശത്തിൽ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ കണ്ണുകളുടെ ഘടന. ചെവികൾ താരതമ്യേന ചെറുതും വൃത്താകൃതിയിലുള്ളതാണ്. മറ്റു ചില വവ്വാലുകളെ പോലെ നീളമുള്ള ചെവികൾ ഇവയ്ക്കില്ല. ശരീരത്തിലെ രോമാവരണം നിറത്തിലും കനത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. തലയും കഴുത്തും സാധാരണയായിട്ട് ഇരുണ്ട തവിട്ട് മുതൽ കറുപ്പ് നിറം വരെ ആയിരിക്കും. നെഞ്ച്, വയർ, പുറം ഭാഗങ്ങൾ എന്നിവയിൽ അല്പം തവിട്ട്, ചാരനിറം അല്ലെങ്കിൽ സ്വർണ്ണ തവിട്ട് നിറമുള്ള രോമങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ നിറവ്യത്യാസം മരങ്ങളിൽ തൂങ്ങി വിശ്രമിക്കുമ്പോൾ ചുറ്റുപാടുമായിട്ട് ലയിക്കാൻ വേണ്ടി സഹായകരമാണ്. ചിറകുകൾ നീളമുള്ള വിരകൾക്കിടയിൽ വിരിഞ്ഞിരിക്കുന്ന ചർമ്മപാളി കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ചർമ്മപാളി കറുപ്പോ ഇരുണ്ട തവിട്ട് നിറത്തിലോ ഒക്കെ സമാനമായിരിക്കും. ചിറകുകളുടെ അടിവശം കനം കുറഞ്ഞ ഇളുപ്പുള്ളതിനാൽ തന്നെ ശബ്ദമില്ലാതെ പറക്കാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട്. കാലുകളിലും നഖങ്ങളിലും ശക്തിയുള്ളതിനാൽ മരക്കൊമ്പുകളിൽ തല കീഴായിട്ട് തൂങ്ങി നിൽക്കുന്നത് ഇവയ്ക്ക് എളുപ്പമാണ്. വാലില്ലായ്മയാണ് അല്ലെങ്കിൽ വളരെ ചെറിയതായിട്ടുള്ളൊരു വാലാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. മൂക്കിന്റെ ഘടന നന്നായിട്ട് വികസിച്ചിരിക്കുന്നതിനാൽ ഗന്ധഗ്രഹണ ശേഷി ശക്തമായിരിക്കും. ഇതാണ് പഴങ്ങൾ, പൂക്കൾ, നെക്ടർ എന്നിവ കണ്ടെത്തുന്നതിൽ ഇവയ്ക്ക് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അതായത് ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ ശാരീരിക സവിശേഷതകൾ അതിനെ ഒരു മികച്ച പറക്കുന്ന ജീവിയായിട്ട് മാത്രമല്ല ദ്വീപിലെ വനപരിസ്ഥിതിയുടെ നിലനിൽപ്പിന് നിർണായകപരമായിട്ടുള്ള ഒരു ജൈവ ഘടനയും മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹാബിറ്റന്റിനെ പറ്റി, ആവാസ വ്യവസ്ഥയെ പറ്റി നോക്കാം. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് എന്ന വവ്വാൽ സ്പീഷീസ് ലോകത്ത് ക്രിസ്മസ് ഐലൻഡിൽ മാത്രം കാണപ്പെടുന്ന അതീവ പ്രത്യേകമായിട്ടുള്ള ആവാസ വ്യവസ്ഥയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലുള്ള ഈ ദ്വീപിലെ ഉഷ്ണമേഖല പരിസ്ഥിതിയാണ് ഈ ഫ്ലൈയിങ് ഫോക്സിന്റെ ഏക സ്വാഭാവികമായിട്ടുള്ള ആവാസസ്ഥലം. ക്രിസ്മസ് ഐലൻഡിലെ പ്രധാന ആവാസ വ്യവസ്ഥ ഘനമായിട്ടുള്ള ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഉയരം കൂടിയ പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ ധാരാളമായിട്ടുള്ള ഈ കാടുകൾക്ക് ഫ്ലൈയിങ് ഫോക്സുകൾക്ക് ഭക്ഷണവും വിശ്രമവും ഒക്കെ ഒരുമിച്ച് നൽകുന്നുണ്ട്.
പ്രത്യേകിച്ച് അത്തിവർഗത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ, അതായത് ഫിഗ്, നെക്ടർ നൽകുന്ന പൂക്കൾ, നാട്ടുവൃക്ഷഫലങ്ങൾ എന്നിവ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ചില ദിവസങ്ങളിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുകൾ വലിയ വൃക്ഷങ്ങളിൽ കൂട്ടമായിട്ട് തൂങ്ങി വിശ്രമിക്കുന്ന റൂസ്റ്റ് പ്രദേശങ്ങളിലാണ് കഴിയുന്നത്. ഇത്തരം റൂസ്റ്റുകൾ സാധാരണയായിട്ടും മനുഷ്യശല്യം കുറവുള്ള ആഴത്തിലുള്ള വനപ്രദേശങ്ങളിലായിരിക്കും. ചിലപ്പോൾ തീരപ്രദേശങ്ങളോട് ചേർന്ന കാടുകളിലും പാറക്കെട്ടുകൾക്ക് അരികിലുള്ള വൃക്ഷങ്ങളിലുമൊക്കെ ഇവ വിശ്രമിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കാടുകളുടെ ഉയർന്ന കനോപ്പി ഭാഗം ഇവർക്ക് സുരക്ഷിതവും തണലുമൊക്കെ നൽകുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഇവ ഭക്ഷണം തേടി ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറക്കും. ചെറുതായ ഈ ദ്വീപിൽ തന്നെ ഒരേ രാത്രിയിൽ പല കിലോമീറ്ററുകൾ ഇവ സഞ്ചരിക്കാറുണ്ട്. കാടുകൾക്കൊപ്പം ചിലപ്പോൾ മനുഷ്യവാസ പ്രദേശങ്ങളോട് ചേർന്ന ഓട്ടങ്ങളിലേക്കും ഇവ എത്താറുണ്ട്, പ്രത്യേകിച്ച് പല വൃക്ഷങ്ങൾ ലഭ്യമാക്കുന്ന ഇടങ്ങളിൽ. എങ്കിലും ഇവിടെ പ്രധാന ആശ്രയം ഇപ്പോഴും സ്വാഭാവിക വനപ്രദേശങ്ങൾ തന്നെയാണ്. ക്രിസ്മസ് ഐലൻഡിന്റെ ഈർപ്പമുള്ള കാലാവസ്ഥ, സ്ഥിരമായിട്ടുള്ള മഴ, സമൃദ്ധമായിട്ടുള്ള സസ്യവളർച്ച എന്നിവയാണ് ഈ സ്പീഷീസിന് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. എന്നാൽ കാടുകളുടെ നശീകരണം, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ, മനുഷ്യ ഇടപെടലുകൾ എന്നിവ മൂലം ഇവയുടെ ആവാസ വ്യവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിൽ കുറയുന്ന അവസ്ഥയിലായി. ചുരുക്കി പറയുമ്പോൾ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ ആവാസ വ്യവസ്ഥ ദ്വീപിലെ ഉഷ്ണമേഖല മഴക്കാടുകളോട് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഈ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നതിൽ നിന്നാണ് ഈ അപൂർവം അതീവ ഭീഷണിയായിട്ടുള്ള സ്പീഷീസിന്റെ ഭാവി നിലനിൽപ്പൊക്കെ ആശ്രയിക്കുന്നത്. ഇനി ഇവിടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട, ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഒരു സസ്യാഹാര ജീവിയാണ്. പ്രധാനമായിട്ടും പഴങ്ങൾ, പൂക്കൾ, പുഷ്പരസം അല്ലെങ്കിൽ നെക്ടർ എന്നിവയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം. ഈ ഭക്ഷണശീലം ക്രിസ്മസ് ഐലൻഡിലെ വനപരിസ്ഥിതിയുമായിട്ട് അതീവ ബന്ധം പുലർത്തുന്നവയാണ്. കാരണം ദ്വീപിലെ സസ്യങ്ങളുടെ പരാഗണത്തിനും വിത്ത് വിതരണത്തിനൊക്കെ ഈ വവ്വാൽ നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയുടെ ആഹാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം പഴങ്ങളാണ്, പ്രത്യേകിച്ച് അത്തിവർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ. നാട്ടുവൃക്ഷങ്ങളിൽ വളരുന്ന മൃദുവായിട്ടുള്ള പഴങ്ങളുണ്ട്, പാകമായിട്ടുള്ള കായകൾ എന്നിവയൊക്കെ ഇവ കൂടുതലായിട്ടും ഭക്ഷിക്കുന്നുണ്ട്. പാകമായിട്ടുള്ള പഴങ്ങൾ കണ്ടെത്താൻ ഇവയ്ക്ക് മികച്ച ഗന്ധഗ്രഹണ ശേഷിയും കാഴ്ചശക്തിയും സഹായിക്കുന്നുണ്ട്. പഴത്തിന്റെ ചാർവായിട്ടുള്ള ഭാഗം ഇവ ചവച്ച് കഴിക്കുകയും കട്ടിയുള്ള വിത്തുകൾ സാധാരണയായിട്ട് തുപ്പിക്കളയുകയോ താഴേക്ക് വീഴ്ത്തുകയൊക്കെ ചെയ്യും. പഴങ്ങൾക്കൊപ്പം പൂക്കളും നെക്ടറും ക്രിസ്മസ് ഐലൻഡിന്റെ ഫ്ലൈയിങ് ഫോക്സിന്റെ പ്രധാന ആഹാരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ചില പ്രത്യേക കാലങ്ങളിൽ ഫലലഭ്യത കുറയുമ്പോൾ ഇവ പ്രധാനമായിട്ടും പൂക്കളിലെ നെക്ടർ കുടിച്ചായിട്ടാണ് ജീവിക്കുന്നത്. പൂക്കളിൽ തല തൂങ്ങി നെക്ടർ കുടിക്കുന്ന സമയത്ത് ഇവയുടെ മുഖത്തിലും ശരീരത്തിലുമൊക്കെ പരാഗണങ്ങൾ പൊതുങ്ങുകയും പിന്നീട് മറ്റൊരു പൂവിലേക്ക് പറക്കുമ്പോൾ ആ പരാഗം പകരപ്പെടുകയും ഇതുവഴി പരാഗണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവ രാത്രികാല ഭക്ഷണശീലമുള്ള ജീവികളാണ്. പകൽ സമയം മരങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇവ ഭക്ഷണം തേടി പുറപ്പെടും. ഒരേ രാത്രിയിൽ തന്നെ പല ഭക്ഷണ സ്ഥലങ്ങളിലേക്കും പറന്നു പോകുന്ന ശീലം ഇവയ്ക്കുണ്ട്. ദ്വീപ് ചെറുതായതിനാൽ തന്നെ കാടുകളിലെ വിവിധ ഭാഗങ്ങളിൽ നന്നായിട്ട് വിവിധ തരം പൂക്കളും ഭക്ഷണങ്ങളും ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഇവയ്ക്ക് സഹായിക്കുന്നുണ്ട്. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുകൾക്ക് ഇക്കോളൊക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഭക്ഷണം കണ്ടെത്തുന്നതിന് മുഴുവനായിട്ടും കാഴ്ചയും ഗന്ധഗ്രഹണ ശേഷിയുമൊക്കെ ഇവ ആശ്രയിക്കുന്നുണ്ട്. പഴങ്ങളുടെ നിറം, വലിപ്പം, ഗന്ധം എന്നിവയെ ആകർഷിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ്. മനുഷ്യൻ വളർത്തുന്ന ചില ഫലവൃക്ഷങ്ങളിലേക്കും ചിലപ്പോൾ ഇവർ എത്താറുണ്ടെങ്കിലും ഇവയുടെ ആഹാരത്തിന്റെ ഭൂരിഭാഗവും സ്വാഭാവിക വനത്തിൽ നിന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ ആഹാരം ദ്വീപിലെ സസ്യജാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. പഴങ്ങളും നെക്ടറും ആശ്രയിച്ചിട്ടുള്ള ഈ ഭക്ഷണശീലം വവ്വാലിനെ ഒരു സാധാരണ ജീവിയായിട്ട് മാത്രമല്ല, മറിച്ച് ദ്വീപിന്റെ പരിസ്ഥിതി സന്തുലന അവസ്ഥ നിലനിർത്തുന്ന ഒരു കിസ്റ്റോൺ സ്പീഷീസ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പെരുമാറ്റ രീതിയെ പറ്റി, ബിഹേവിയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് അതിന്റെ പെരുമാറ്റ രീതികളിൽ മറ്റു പല ഫ്ലൈയിങ് ഫോക്സ് വർഗത്തിനോടും സാമ്യമുള്ളതാണെങ്കിൽ തന്നെ ദ്വീപിന്റെ പ്രത്യേക പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ചില പ്രത്യേക ശീലങ്ങൾ ഇവയ്ക്കുണ്ട്. സാമൂഹിക ജീവിതം, ഭക്ഷണശീലം, ദിനചര്യ, ആശയവിനിമയം എന്നിവയിൽ ഈ സ്പീഷീസ് ഒരു ശ്രദ്ധേയമാണ്. ഈ ഫ്ലൈയിങ് ഫോക്സ് രാത്രികാല ജീവികളായിരിക്കും. പകൽ സമയം ഇവ വലിയ വൃക്ഷങ്ങളിൽ കൂട്ടമായിട്ട് തൂങ്ങി വിശ്രമിക്കുന്നു. ഈ കൂട്ടവിശ്രമം പ്രദേശങ്ങളെ റൂസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു, റൂസ്റ്റുകൾ ഒരുമിച്ച് തൂങ്ങി നിൽക്കുന്നത് ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരേ മരത്തിൽ 100 കണക്കിന് ഫ്ലൈയിങ് ഫോക്സുകൾ വരെ കാണാനാകും. സന്ധ്യയാകുമ്പോൾ ഇവ സജീവമാവുകയും ഭക്ഷണം തേടി പറക്കാൻ വേണ്ടി തുടങ്ങുകയൊക്കെ ചെയ്യും. ഒരേ രാത്രിയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇവ സഞ്ചരിക്കും. ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾക്കിടയിൽ അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതിനാൽ പഴങ്ങളും പൂക്കളും ഒക്കെ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന വൃക്ഷങ്ങളെ അവ വീണ്ടും വീണ്ടും സന്ദർശിക്കാറുണ്ട്. ഭക്ഷണം തരാനായിട്ട് പറക്കുമ്പോൾ ഇവ സാധാരണയായിട്ട് ഒറ്റയ്ക്കോ ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുകൾ ഒരു സാമൂഹിക സ്വഭാവമായിട്ടുള്ള ജീവികളാണ്. റൂസ്റ്റുകളിൽ തമ്മിൽ ഇടപെടുന്ന രീതികൾ വ്യക്തമാണ്. അവയുടെ ശബ്ദങ്ങൾ, ശരീരഭാഷ, ചിറകുകളുടെ ചലനം എന്നിവ വഴിയാണ് ഇവ ആശയവിനിമയം നടത്തുന്നത്. അല്പ ഉച്ചത്തിലുള്ള കൂക്കലുകൾ, കരച്ചിലിനോട് സാദൃശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ എന്നിവയാണ് സാധാരണയായിട്ട് കേൾക്കുന്നത്. ഈ ശബ്ദങ്ങൾ പ്രദേശ അവകാശം അറിയിക്കാൻ വേണ്ടിയും കൂട്ടാംഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്.
പെരുമാറ്റപരമായിട്ട് ഇവ സാധാരണയായിട്ട് ആക്രമണ സ്വഭാവം ഇല്ലാത്ത ജീവികളാണ്. എന്നാൽ റൂസ്റ്റുകളിൽ ഇടം പിടിക്കാനുള്ള മത്സരത്തിലോ പ്രജനനകാലത്ത് ബ്രീഡിംഗ് സീസണിലൊക്കെ വവ്വാലുകൾ തമ്മിലുള്ള ചെറുതായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ചിറകുകൾ വിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലപാടുകളും കൂക്കലുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. ശുചിത്വപരമായിട്ടുള്ള ശീലങ്ങളും ഇവയുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാണ്. വിശ്രമ സമയങ്ങളിൽ ഇവ സ്വയം ശരീരം നക്കുകയും ചിറകുകൾ വൃത്തിയാക്കാനും ഒക്കെ സമയം ചെലവഴിക്കാറുണ്ട്. ഇതിലൂടെ രോഗങ്ങൾ നല്ല നിലയിൽ നിലനിർത്താൻ വേണ്ടിയും പരജീവികളുടെ അതായത് പാരഡൈസിന്റെ ബാധ കുറയ്ക്കാനൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. കൂട്ടമായിട്ട് തൂങ്ങി നിൽക്കുമ്പോഴും വ്യക്തിഗത ഇടം സംരക്ഷിക്കാൻ വേണ്ടി ഇവ ശ്രമിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചുരുക്കത്തിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ പെരുമാറ്റം സാമൂഹികതയും പരിസ്ഥിതിയോട് ചേർന്ന അനുകൂലമായിട്ടാണ് പ്രതിഫലിപ്പിക്കുന്നത്. കൂട്ടായിട്ടുള്ള ജീവിക്കുകയും രാത്രിയിൽ സജീവമായിട്ട് ഭക്ഷണം നേടുകയും ചെയ്യുന്ന ഈ പെരുമാറ്റ രീതികൾ ദ്വീപിന്റെ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി നിർണായകപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇവിടെ പ്രജനനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് എന്ന വവ്വാൽ സ്പീഷീസിന്റെ പ്രജനനശീലം അതീവ ക്രമബന്ധവും ദ്വീപിലെ കാലാവസ്ഥയോടും ഭക്ഷണ ലഭ്യതയോടും ഒക്കെ ചേർന്ന് പൊരുത്തപ്പെട്ടതാണ്. ഇവയുടെ പ്രജനന രീതികൾ മനസ്സിലാക്കുന്നത് ഈ അപൂർവ സ്പീഷീസിന്റെ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ഫ്ലൈയിങ് ഫോക്സിലെ പ്രജനന ജീവിതം സാധാരണയായിട്ട് വർഷത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ക്രിസ്മസ് ഐലൻഡിലെ മഴക്കാലത്തോടും അതിനുശേഷമുള്ള കാലാവസ്ഥയോടും ചേർന്നായിട്ടാണ് ഇവ പ്രജനനം നടത്തുന്നത്. കാരണം ആ സമയത്ത് പഴങ്ങളും പൂക്കളും ഒക്കെ സമൃദ്ധമായിട്ട് ലഭിക്കും. ഇതുവഴി ഗർഭിണിയായ പെൺവവ്വാലുകൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള പോഷണം ലഭിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് ആൺവവ്വാലുകൾ കൂടുതൽ സജീവമായും പെൺവവ്വാലുകളെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേക പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശബ്ദങ്ങൾ പുറപ്പെടുവിക്കൽ, ചെറുകൾ വിരിച്ചു കാണിക്കൽ, ശരീരഭംഗികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആൺവവ്വാലുകൾ തമ്മിൽ പ്രദേശ അവകാശത്തിനായി ചെറുതായിട്ടുള്ള മത്സരങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇണചേരലിന് ശേഷം പെൺവവ്വാലിന് ഗർഭകാലം ഏകദേശം 5 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കും. സാധാരണയായിട്ട് ഒരു പ്രജനനകാലത്ത് ഒരു കുഞ്ഞ് മാത്രമായിട്ടാണ് ജനിക്കുന്നത്. ഇരട്ട കുഞ്ഞുങ്ങൾ അത്യന്തം അപൂർവമായിട്ട് മാത്രമാണ് ജനിക്കുന്നത്. പ്രജനന സമയത്ത് കുഞ്ഞു വവ്വാൽ ശരീരഭാഗത്തിൽ വളരെ ചെറുതും പൂർണ്ണമായിട്ട് അമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ അമ്മയുടെ വയറുവശത്തോട് ചേർന്ന് പിടിച്ചു നിൽക്കുകയും അമ്മയുടെ പാൽ കുടിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ആദ്യ ആഴ്ചയിൽ അമ്മ ഭക്ഷണം തേടി പറക്കുമ്പോഴൊക്കെ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകാറുണ്ട്. എന്നാൽ പിന്നീട് കുഞ്ഞൽപ്പം വലുതാകുമ്പോൾ അമ്മ ഭക്ഷണത്തിനായിട്ട് പോകുന്ന സമയങ്ങളിൽ റൂസ്റ്റിൽ തന്നെ കുഞ്ഞിനെ വിട്ടുപോകുന്ന ശീലം കാണാൻ വേണ്ടി സാധിക്കും. കുഞ്ഞിൻ്റെ വളർച്ച വളരെ മന്ദഗതിയിലാണ്. പറക്കുവാൻ കഴിയുന്ന ശേഷി സാധാരണയായിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ലഭിക്കുന്നത്. ഈ കാലയളവിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തമായിരിക്കും. അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ശരിയായിട്ടുള്ള ഭക്ഷണം സുരക്ഷയൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ പരിചരണമാണ് കുഞ്ഞിന്റെ ജീവൻ ഉറപ്പാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഘടകമായി മാറുന്നു. പൂർണ്ണ വളർച്ചയും ലൈംഗിക പക്വതയും നേടാൻ വേണ്ടി ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുകൾക്ക് സാധാരണയായിട്ട് 2 മുതൽ 3 വർഷം വരെ സമയമെടുക്കും. ഇവയുടെ പ്രജനന വേഗം കുറവായതിനാൽ തന്നെ ജനസംഖ്യ പുനർജീവിപ്പിക്കുന്നത് വളരെ മന്ദഗതിയിലായിരിക്കും. അതിനാൽ തന്നെ ചെറിയ തോതിലുള്ള മരണനിരക്കും പോലും ഈ സ്പീഷീസിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായിട്ട് ബാധിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ പ്രജനന രീതി അതീവ സൂക്ഷ്മതയും സംരക്ഷണത്തിന് ആശ്രയിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ എണ്ണം, ദീർഘഗർഭകാലം, അമ്മയുടെ ശക്തമായിട്ടുള്ള പരിപാലനം എന്നിവ ഈ സ്പീഷീസിന്റെ ജീവചക്രത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. കൂടാതെ ഇത് തന്നെ ഇവയെ കൂടുതൽ ഭീഷണിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആയുസ് സംബന്ധിച്ച ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് എന്ന വവ്വാൽ സ്പീഷീസിന്റെ ആയുസ് അതിലെ ജീവചരിത്രത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. പല വവ്വാൽ വർഗ്ഗങ്ങളെ പോലെ തന്നെ ശരീര വലുപ്പത്തെ അപേക്ഷിച്ച് ദീർഘായുസുള്ള ജീവികളാണ് ഫ്ലൈയിങ് ഫോക്സുകൾ. ദ്വീപിലെ പരിസ്ഥിതി, ഭക്ഷണ ലഭ്യത, ഭീഷണികൾ എന്നിവയാണ് ഇവയുടെ ആയുസിനെ നിർണ്ണയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. ഒരു സ്വാഭാവിക വനസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ ശരാശരി ആയുസ് ഏകദേശം 15 മുതൽ 20 വർഷം വരെ ആയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണക്കിലാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ മനുഷ്യ ഇടപെടൽ കുറവായതിനാൽ തന്നെ ചില വ്യക്തികൾക്ക് ഇതിലും കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി കഴിയും. ഇതിൽ ക്യാപ്റ്റിവിറ്റിയിൽ പരിപാലിക്കുന്ന ഫ്ലൈയിങ് ഫോക്സുകൾക്ക് സാധാരണയായിട്ട് കൂടുതൽ സ്ഥിരതയുള്ള ഭക്ഷണവും വൈദ്യപരിചരണവും ഒക്കെ ലഭിക്കുന്നതിനാൽ ആയുസ് അല്പം കൂടുവാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിന്റെ ആദ്യഘട്ടമാണ് ഏറ്റവും അപകടം പിടിച്ച ഘട്ടമെന്ന് പറയുന്നത്. ജനിച്ച ഉടൻ മുതൽ പറക്കാൻ പഠിക്കുന്നവരെയുള്ള കുഞ്ഞുങ്ങളുടെ ഘട്ടത്തിൽ മരണനിരക്ക് താരതമ്യേന കൂടുതലായിരിക്കും. ആവാസ വ്യവസ്ഥ വ്യതിയാനങ്ങൾ, ഭക്ഷണക്കുറവ്, വീഴ്ചകൾ, രോഗങ്ങൾ എന്നിവ കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണിയായേക്കാം. എന്നാൽ ഈ ഘട്ടം വിജയകരമായിട്ട് പിന്നിട്ടാൽ തന്നെ പ്രായപൂർത്തിയായ ഫ്ലൈയിങ് ഫോക്സുകൾക്ക് ജീവിച്ചിരിപ്പിന്റെ സാധ്യത വളരെ കൂടുതലായിരിക്കും. പ്രായപൂർത്തിയായവയിൽ പ്രകൃതിദത്ത ശത്രുക്കൾ കുറവായതിനാൽ തന്നെ ആയുസ് നീളുവാൻ വേണ്ടി ഇവ സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാലും രോഗങ്ങൾ, ചുഴലിക്കാറ്റ് പോലുള്ള അതിശക്തമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ, ഭക്ഷ്യസ്രോതസ്സുകളുടെ കുറവ് എന്നിവ ആയുസിനെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. ക്രിസ്മസ് ഐലൻഡിൽ മനുഷ്യനുണ്ടാക്കുന്ന ഭീഷണികൾ, പ്രത്യേകിച്ച് ആവാസ വ്യവസ്ഥയുടെ നാശം, വൈദ്യുത ലൈനുകളുടെ കൂട്ടിയിടികൾ, വാഹന അപകടങ്ങൾ എന്നിവയും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ദീർഘായുസ് ഉണ്ടായിട്ടും ഈ സ്പീഷീസിന്റെ പ്രജനന വേഗം കുറവാണ്.
ഒരു വർഷത്തിൽ സാധാരണയായിട്ട് ഒരു കുഞ്ഞ് മാത്രമായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ ദീർഘായുസ്സ് ജനസംഖ്യ നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമാണ്. പ്രായപൂർത്തിയായവയുടെ മരണം ജനസംഖ്യയിൽ വലിയ ഇടിവുണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിന്റെ ആയുസ് അതിന്റെ പരിസ്ഥിതിയിലെ സ്ഥിരതയോടും സംരക്ഷണ നിലവാരത്തോടും ഒക്കെ ചേർന്ന് നിലനിൽക്കുന്നവയാണ്. ദീർഘകാലം ജീവിക്കുന്ന ഈ അപൂർവ വവ്വാൽ സ്പീഷീസ് നിലനിൽക്കണമെങ്കിൽ അതിന്റെ ആയുസ് മുഴുവൻ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ത്രെഡ്സ് ആൻഡ് പ്രെഡറ്റേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ലോകത്തിലെ ക്രിസ്മസ് ഐലൻഡിൽ മാത്രം കാണപ്പെടുന്ന അതീവ അപൂർവതയും ഭീഷണിയായപ്പെട്ട ഒരു വവ്വാൽ സ്പീഷീസ് ആണ്. ഇതിന്റെ ജനസംഖ്യ വേഗത്തിൽ കുറഞ്ഞതിനു പിന്നിൽ പലതരം ഭീഷണികളും പ്രകൃതിദത്ത വേട്ടക്കാരും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ദ്വീപിന്റെ ചെറിയ വിസ്തൃതി കാരണം തന്നെ ചെറിയ മാറ്റങ്ങൾ പോലും ഈ സ്പീഷീസിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായിട്ട് ബാധിക്കാം. മനുഷ്യനാൽ ഉണ്ടാക്കുന്ന ഭീഷണികളാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫ്ലൈയിങ് ഫോക്സിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഭീഷണി മനുഷ്യ ഇടപെടലുകളാണ്. കാടുകളുടെ നശീകരണം, റോഡുകളുടെ നിർമ്മാണം, ഖനനം, വനവികസനം എന്നിവ മൂലം ഇവയുടെ ആവാസ വ്യവസ്ഥ വൻതോതിൽ കുറയുകയുണ്ടായി. പഴങ്ങൾ നൽകുന്ന വലിയ വൃക്ഷങ്ങൾ ഇല്ലാതാകുന്നത് ഭക്ഷണക്കുറവും റൂസ്റ്റ് പ്രദേശങ്ങളുടെ നഷ്ടവും സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിലെ പോലെ വൈദ്യുതി ലൈനുമായിട്ടുള്ള കൂട്ടിയിടികൾ ഫ്ലൈയിങ് ഫോക്സുകളുടെ മരണത്തിന് കാരണമാകാറുണ്ട്. രാത്രിയിൽ പറക്കുന്ന സമയത്ത് പല വൈദ്യുത കമ്പുകളിൽ തട്ടിയിടിച്ച് പരിക്കേൽക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ വാഹന അപകടത്തിലും മരണനിരക്ക് കൂടുന്നത് ഒരു ഘടകമാണ്. പിന്നെ രോഗങ്ങളും പരിസ്ഥിതി ഭീഷണിയാണ്. രോഗങ്ങൾ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഭീഷണിയാണ്, പ്രത്യേകിച്ച് വവ്വാലുകളിൽ പടരുന്ന വൈറസ് രോഗങ്ങൾ. ഉദാഹരണം ഹെന്നിപ്പ വൈറസ് ബന്ധങ്ങൾ രോഗങ്ങളൊക്കെയാണ്. പിന്നീട് വിദേശ ജീവികളുടെ ഭീഷണിയാണ്. ക്രിസ്മസ് ഐലൻഡിലേക്ക് മനുഷ്യൻ കൊണ്ടുവരുന്ന വിദേശ ജീവികളുണ്ട്. അത് ഫ്ലൈയിങ് ഫോക്സിന് വലിയ ഭീഷണിയാണിവ. പ്രത്യേകിച്ച് കാട്ടുപൂച്ചകൾ കുഞ്ഞുങ്ങളെയും ദുർബലമായിട്ടുള്ള വവ്വാലുകളൊക്കെ വേട്ടയാടുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ എലികൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണി ആയേക്കാം. പ്രത്യേകിച്ച് താഴ്ന്ന റൂസ്റ്റ് പ്രദേശങ്ങളാണ് ഇങ്ങനെ ഭീഷണിയാകുന്നത്. സ്വാഭാവികമായിട്ട് പ്രായപൂർത്തിയായ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുകൾക്ക് വേട്ടക്കാർ വളരെ കുറവാണ്. എന്നാൽ വലിയ ചില പക്ഷികളുണ്ടായിരിക്കും, പ്രത്യേകിച്ച് കാട്ടുപക്ഷിയായിട്ടുള്ള ഈഗലുകൾ അല്ലെങ്കിൽ വലിയ ഓൺ വർഗ്ഗങ്ങൾ. ചില സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളെയോ ദുർബലമായവരെയൊക്കെ ഇവ ആക്രമിക്കാറുണ്ട്. എന്നാലും പ്രകൃതിദത്ത വേട്ടക്കാരെക്കാൾ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭീഷണികളാണ് ഈ സ്പീഷീസിനെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. പിന്നെ കുറഞ്ഞ പ്രജനന വേഗം തന്നെ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഭീഷണിയാണ്. ഈ ഫ്ലൈയിങ് ഫോക്സിന്റെ പ്രജനനം വളരെ കുറവാണ്. ഒരു വർഷത്തിൽ സാധാരണയായിട്ട് ഒരു കുഞ്ഞ് മാത്രമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണത്താൽ മരണനിരക്ക് അല്പം കൂടിയാൽ ജനസംഖ്യ പുനരുജ്ജീവിപ്പിക്കാൻ തന്നെ വളരെ നീണ്ട കാലം വേണ്ടിവരും. ഇത് തന്നെ ഈ സ്പീഷീസിനെ അതീവ അപകടസ്ഥിതിയിലാകുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സിനെ നേരിടുന്ന പ്രധാന ഭീഷണികൾ എന്ന് പറയുന്നത് പ്രകൃതിദത്ത വേട്ടക്കാരേക്കാൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, വിദേശ ജീവികളുടെ നിയന്ത്രണം, മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കൽ എന്നിവ ഇല്ലാതെ പോയാൽ ഈ അപൂർവ സ്പീഷീസ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള സാധ്യത വളരെ വലുതായിരിക്കും. ഇനി ഇവിടെ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി, സംരക്ഷണ നിലയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഒരു അത്യന്തം അപൂർവവും എൻഡമിക്കലി ദ്വീപിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന വവ്വാൽ സ്പീഷീസ് ആണ്. ലോകത്തിലെ മറ്റ് ഭാഗങ്ങളിൽ ഇവയ്ക്ക് സാന്നിധ്യമില്ല. അതിന് പരിമിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയും ജനസംഖ്യയുടെ കുറവും ഇതിനെ ആപത്തിലായിട്ടുള്ള സ്പീഷീസായി, അത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്. IUCNന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് വിഭാഗത്തിലാണ്. അതായത് ഇതിപ്പോഴത്തെ ട്രെൻഡുകൾ തുടർന്നാൽ തന്നെ വംശനാശത്തിന് മുൻപിൽ നിൽക്കുന്ന അപകട അവസ്ഥയിലേക്ക് ഇവയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ജനസംഖ്യാ സ്ഥിതിയെപ്പറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഈ സ്പീഷീസിന്റെ ജനസംഖ്യ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ദ്വീപിൽ മനുഷ്യ പ്രവർത്തനങ്ങളിൽ, അതായത് വാസവികസനം, കാടിന്റെ നാശം, റോഡ് വികാസം എന്നിവയ്ക്ക് വ്യാപകമായി നടന്നിരുന്ന സമയത്ത് ജനസംഖ്യ ഇടിവ് പ്രത്യക്ഷമായിട്ട് കാണുകയുണ്ടായി. കാടുകളുടെ നഷ്ടം മൂലം റൂസ്റ്റ് സ്ഥലങ്ങളും ഭക്ഷണ സ്രോതസ്സുകളൊക്കെ കുറയുകയും ചെയ്തു. ഇവിടെ പ്രധാനമായിട്ടുള്ള ഭീഷണികൾ എന്ന് പറയുന്നത് മനുഷ്യ ഇടപെടലുകൾ ഉണ്ടായിരിക്കും, വിദേശ ജീവികളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, രോഗങ്ങളും പരിസ്ഥിതി സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, പിന്നെ കുറഞ്ഞ പ്രജനന വേഗം എന്നിവയൊക്കെയാണ്. ഇവിടെ സംരക്ഷണ നടപടികളായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ സംരക്ഷണം, വിദേശ ജീവികളുടെ നിയന്ത്രണം, അധിക ഗവേഷണവും നിരീക്ഷണങ്ങളും ഒക്കെ, പിന്നെ ജനകീയ ബോധവൽക്കരണമൊക്കെ ഇവയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് ആയതിനാൽ തന്നെ അതിനെ നിലനിൽപ്പിന് സുരക്ഷിതമാക്കാൻ വേണ്ടി സാങ്കേതികവും സാമൂഹികപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള സംരക്ഷണ നടപടികൾ അനിവാര്യമാണ്. വനവാംസം, മനുഷ്യ ഇടപെടലുകൾ, വിദേശ ജീവികൾ, കുറഞ്ഞ പ്രജനന വേഗം എന്നിവ അതിൻ്റെ ഭാവിയെ ആശങ്കാജനകമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ അപൂർവ ജീവിയുടെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടി നീണ്ട കാലത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചരിത്രവും രസകരമായിട്ടുള്ള വിവരങ്ങളെപ്പറ്റി നമുക്കിനി നോക്കാം.
ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഒരു അപൂർവവും ലോകമെമ്പാടും ഇല്ലാത്ത എൻഡമിക് സ്പീഷീസ് ആണ്. ഇത് ലോകത്ത് ക്രിസ്മസ് ഐലൻഡിൽ മാത്രം കാണപ്പെടുന്നു. ഈ സ്പീഷീസിന്റെ ചരിത്രം, ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ജീവശാസ്ത്രവും പരിസ്ഥിതിയുമായിട്ടുള്ള രസകരമായിട്ടുള്ള ചില വിവരങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് കണ്ടെത്തിയത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ്. ഈ സമയത്ത് ദ്വീപിലെ മഴക്കാടുകളിൽ ഈ വവ്വാലുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയായിട്ട് നിലനിന്നിരുന്നു. ആദ്യ ഗവേഷകർക്ക് ഈ പല വവ്വാൽ ദ്വീപിന്റെ ആകർഷകപരമായിട്ടുള്ള ഭൂപ്രകൃതി, വലിയ ചിറകുകൾ, അത്ര വലിയ പ്രായത്തിലുള്ള സാമൂഹിക കൂടജീവിതം എന്നിവ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് അതിന്റെ എൻഡമിക് അപൂർവത, സാമൂഹിക പെരുമാറ്റങ്ങൾ, ഫലവൃക്ഷങ്ങളോടുള്ള ആശ്രയത്വം, കുറഞ്ഞ പ്രജനനക്ഷമത എന്നിവ കൊണ്ടും ലോകത്തിലെ ഏറ്റവും രസകരവും അതീവ സംരക്ഷണം ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു പല വവ്വാൽ സ്പീഷീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സ് ഇപ്പോഴും ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ജനസംഖ്യയുടെ കണക്കെടുപ്പ് ശാസ്ത്രീയപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പഠനങ്ങൾ ഇവയുടെ ഭക്ഷണവും പോഷണവും പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെടുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ കാണിക്കുന്നുണ്ട്. പുതിയ രോഗപരിശോധനകൾ ഇവയുടെ ആരോഗ്യവും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നാൽ സമഗ്രമായിട്ടുള്ള റിക്കവറി പ്ലാൻ ഇല്ലായ്മ ഈ സ്പീഷീസിനെ കൂടുതൽ അപകടത്തിലാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ക്രിസ്മസ് ഐലൻഡ് ഫ്ലൈയിങ് ഫോക്സുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത ജീവിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.